അഭിപ്രായം ബോംബെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇവിടെ ഭരിച്ചാലായിരുന്നു മൻമോഹൻ സിംഗ് ആണല്ലോ, UP ആണല്ലോ, ആണല്ലോ. എന്തേ പാകിസ്ഥാനിൽ പോയി അടിക്കാതിരുന്നു? ഈ കോൺഗ്രസ് ഇവിടെ ആയിരിക്കുമ്പോൾ അല്ല ഇന്ത്യയിലെ കള്ളനോട്ട് പാകിസ്ഥാൻ നിർബാധം അടിച്ചുകൊണ്ടിരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്തും പറയാം. ഈ ഫ്രീ ട്രേഡ് അമേരിക്ക പറയുന്നത് അവർക്ക് അതുകൊണ്ട് ഗുണമായതുകൊണ്ടാണ്. കാരണം അവരുടെ കയ്യിൽ ബെറ്റർ ടെക്നോളജി ഉണ്ട്, അവർക്ക് ചീപ്പായി ഇൻ്റർനാഷണൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അവർ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഗുണമായതുകൊണ്ടാണ് അവർ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി എളുപ്പം സമ്മതിക്കുന്നു അവർ വിചാരിച്ചു. മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യമാണ് പ്രധാനം. പക്ഷെ അപ്പോൾ അടുത്ത സമയത്ത് അവർ എന്ത് ചെയ്തു? അവർ വടിയെടുത്തു. ഈ വടിയെടുക്കലാണ് ഈ വലിയ തീരുവ. റഷ്യൻ ഓയിൽ മേടിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടെയുള്ള കമ്പനികൾക്ക് ചില ലാഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനും നിങ്ങൾ അടിക്കുന്ന പെട്രോളിന് വില കുറഞ്ഞിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ തിരിച്ചു കിട്ടുക എന്നുള്ളതും പാകിസ്ഥാനെ അടിച്ച് മൂലക്കിരുത്താണ് വളരെ നിർണായകമാണ്. അതെ, അതിന് നമുക്ക് അമേരിക്കയുടെ സപ്പോർട്ടാണ്, അമേരിക്കയുടെ സപ്പോർട്ടും വേണം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വലിയ ചർച്ചയായിരിക്കുകയാണ്. തീരുവ യുദ്ധത്തിന് ഒരു താൽക്കാലിക വിരാമം ഇട്ടിരിക്കുകയാണ് ഈ കരാർ. 18-ൽ നിന്നും 50 ഉയർത്തിയത് വീണ്ടും 18-ലേക്ക് കുറച്ചിരിക്കുകയാണ് ഈ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി തീരുവ അമേരിക്ക. ഈ ഒരു വിഷയം പക്ഷേ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ പണയം വെച്ചുകൊണ്ടാണ് എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. എന്നാൽ അത്തരത്തിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ പണയം വെച്ചിട്ടില്ല, തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചത് എന്നുള്ള വിലയിരുത്തലും മറുവശത്തുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? കാരണം നമുക്ക് കയറ്റുമതി തീരുവ, അതായത് അമേരിക്കയിലേക്ക് സ്ഥാനങ്ങൾ കയറ്റി അയക്കുന്നതിനുള്ള തീരുവ കുറച്ചു. അത് വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ വ്യാപാര മേഖലയ്ക്ക്. പക്ഷേ ഇന്ത്യയുടെ താല്പര്യം അടിയറ വെച്ചു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ക്രമേണ കുറയ്ക്കും എന്നുള്ളൊരു ഉടമ്പടി ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്നാണ് കേൾക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? തോന്നാനൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പ്രതിപക്ഷത്തെ നിരോധിക്കണം എന്ന് തോന്നുന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മര്യാദയ്ക്കൊരു നല്ലൊരു ഭരണാധികാരിയുടെ അന്തറിൽ ഏകാധിപത്യം ആയാലും പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർ ഗുണം കിട്ടിയാൽ പോലെ. നിങ്ങൾ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഈ പറയുന്ന കുറച്ച് എലീറ്റായിട്ടുള്ള ആളുകളും അവർ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരവിടെ പോയി നാടകം കളിക്കുന്നു. അവരെന്ത് ക്രൈം ചെയ്യാലും അത് മുക്കപ്പെടുന്നു. ആരെങ്കിലും എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ഉള്ളിൽ കൂടെ പാര വെക്കുന്നു. ഈ സംവിധാനത്തെക്കാളും നല്ലത് സർവാധിപതിയായ ഏകാധിപതി ഭരിക്കുന്നതാണ്. അല്ല, ഇതിപ്പോൾ അവർ ചോദിക്കുന്നതിലും എന്ത് തെറ്റാണുള്ളത്? അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിടണമെന്നാണ് പറയുന്നത്. ശരിയാണുള്ളത്. അതാ അവർ പറയുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലെ പാവയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുന്നു എന്നാണ് അവരുടെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള. ആരുടെ കയ്യിലെ പാവമായിരുന്നു? ഈ ഒക്ടോബർ മാസം 2020 ഏത് മാസമായിരുന്നു ബോംബെ ആക്രമണം ഉണ്ടായത്? 26 ഇതല്ലേ? അല്ല, 2011. അഭിപ്രായം ബോംബെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇവിടെ ഭരിച്ചാലായിരുന്നു മൻമോഹൻ സിംഗ് ആണല്ലോ, UP ആണല്ലോ, ആണല്ലോ. എന്തേ പാകിസ്ഥാനിൽ പോയി അടിക്കാതിരുന്നത്? നിങ്ങൾ ആരുടെ കയ്യിലെ പാവമായിട്ടാണ് അടിക്കാതിരുന്നത്? ആര് പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങൾ അടിക്കാതിരുന്നത്? അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചായിരുന്നല്ലോ. എന്തേ നിങ്ങൾ ചെയ്യാതിരുന്നത്? അതുകൊണ്ട് അമ്മാതിരി കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്നാൽ പിണറായി സ്റ്റൈലാണ് അതിന് മറുപടി പറയാനുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ? ഇത്രയും തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളായി. അടുത്തെന്തെങ്കിലും മാറ്റം വന്നു? കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് വന്നു? കയ്യിൽ നല്ല കാശും പോയോ? പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ലേ? ഈ മെയിലൊന്നും വരുന്നില്ലേ? അധികം കണക്റ്റ് ഒന്നും ഇല്ലാതെ ഡിലീറ്റ്, പഴയ മെയിലെല്ലാം ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് വലിയ കണക്ഷൻ ഇല്ലാതെ എൻ്റേത് വരെ സ്പേസില്ലാതെ ഞാൻ പുതിയത് കുറച്ച് സ്പേസ് മേടിച്ചതാണ്. ഇപ്പോൾ ഗൂഗിൾ തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വായുവും വെള്ളമൊക്കെ പോലെയാണ്. ഇനി പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇനി പൈസ വരും. ഇനി ഫേസ്ബുക്ക്, വാട്സപ്പ് അവരുടെ പ്രത്യേകമായ സർവീസസിനൊക്കെ പൈസ ഏർപ്പെടുത്താൻ പോവുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീ ആയിട്ടൊന്നും ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങളും ഇനി പൈസ കൊടുക്കേണ്ടി വരും, പേയബിൾ ആവും. അതെ, ഇതിൻ്റെ ബിഗിനിങ്ങിന് അങ്ങനെ ആയിരിക്കും. അത് നിങ്ങളെ കൊണ്ട് അത് ഉപയോഗിച്ച് ശീലിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പിന്നെ ഇവരെന്തിനത് നടത്തുന്നത്? അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ ഗാന്ധിനെ പോലുള്ള ആളുകളായിരിക്കും. അമേരിക്കയിൽ ഒരു ഗാന്ധി ഉണ്ടാവും. ഈ ഫ്രീ ട്രേഡ് അമേരിക്ക പറയുന്നത് അവർക്ക് അതുകൊണ്ട് ഗുണമായതുകൊണ്ടാണ്. കാരണം അവരുടെ കയ്യിൽ ബെറ്റർ ടെക്നോളജി ഉണ്ട്, അവർക്ക് ചീപ്പായി ഇൻ്റർനാഷണൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അവർ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഗുണമായതുകൊണ്ടാണ് അവർ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. അവർക്ക് ഗുണമല്ലെങ്കിൽ അവർ ഫ്രീ ട്രേഡ് എന്ന് പറയില്ല. ഞാൻ എന്തുകൊണ്ട് ഇത് ചോദിച്ചു എന്ന് വെച്ചാൽ,
എങ്ങനെയാണ് അമേരിക്കയും നമ്മളും തമ്മിലുള്ള ഒരു വ്യാപാരത്തിൻ്റെ ഒരു സ്വഭാവം, സ്വഭാവം അങ്ങേയറ്റം ഡിസ്ക്രിമിനേറ്റീവാണ്. അതിൽ സഫർ ചെയ്യുന്നത് അമേരിക്കയാണ്. ഓക്കെ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവിടെ സഫർ ചെയ്യുന്നത് അമേരിക്കയാണ്. പക്ഷെ അവർ സഫർ ചെയ്യുമ്പോഴും അവർ എന്തുകൊണ്ട് സഫർ ചെയ്യാൻ അവർക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്യാൻ വേണ്ടി അവർ പിന്നെ എന്താ പറയുക, മറ്റേ പിന്നെ ക്രൈസ്റ്റൊന്നല്ലല്ലോ, ജീസസ് ഒന്നല്ലല്ലോ, സഫറിങ് സേവിയർ ഒന്നല്ല. അവരതിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മുമ്പുള്ള ഇക്കോണമി എന്ന് വെച്ചാൽ ലോകം 2 ബ്ലോക്കുകളായി തിരിഞ്ഞിട്ട് പൊളിറ്റിക്കലി ഫൈറ്റ് ആയിരുന്നു 90s. അതായത് ഒന്ന് സോവിയറ്റ് റഷ്യ, ഒന്ന് അമേരിക്ക. അതിനിടയിൽ അവിടെയും ഇവിടെയും ഇല്ലാതെ കളിക്കുന്ന ഇന്ത്യനെ പോലുള്ള രാജ്യങ്ങൾ. ആഫ്റ്റർ ഓൾ അവർ സോവിയറ്റ് റഷ്യനെ കൂടെ നിൽക്കുകയും ചെയ്യും. സോവിയറ്റ് റഷ്യ തകർന്നോട് കൂടിയിട്ട് അമേരിക്കയുടെ മേധാവിത്വം സീൽഡായപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ശക്തമായിട്ടുള്ള ലൈസൻസ് രാജൊക്കെ നിലനിന്നിരുന്നതുകൊണ്ട് അവർക്കൊരു ഫ്രീ ട്രേഡ് നടത്താൻ പറ്റിയിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഗ്ലോബലൈസേഷൻ വരുന്നത്. ഓക്കെ, ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? വൻതോതിൽ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വന്നു. ശരിയാണ്. ഇവിടെ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതുവരെ കയറ്റുമതി ചെയ്യാൻ പറ്റാതെ പല സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയും ചെയ്തു. ശരിയാണ്. ഇതിൽ നമ്മളെ ഇക്കോണമിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഈ മാറ്റം 90s കൂടി നമ്മളെ ഇക്കോണമി ഇപ്പോൾ റുവാണ്ടയിലേക്ക് ഇക്കോണമി പോലെയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നില്ല അതിൻ്റെ മുമ്പേ. അതൊക്കെ പാടെ ഏതെങ്കിലും ഈക്വൽ പാർട്ടി എന്തെങ്കിലും സമ്മേളനം സംഘടിപ്പിച്ചാൽ അത് ബ്ലോക്ക് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ നിങ്ങൾ എപ്പോഴും പോയാൽ ബ്ലോക്ക്. എന്തുകൊണ്ട്? വണ്ടികൾ വന്നു, അസറ്റ് ഹോംസ് വന്നു, കോൺഫിഡൻറ്റ് റോയ് വന്നു, ക്രിസ്റ്റൽ ഗ്രൂപ്പ് വന്നു. ഇങ്ങനെ അതൊക്കെയാണല്ലോ ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നത്. ഇവരൊക്കെ വന്നു. നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിലെ VS അച്യുതാനന്ദൻ തയ്ച്ചുകൊണ്ടിരുന്ന അന്ന് ഒരു ഷർട്ട് തയ്ക്കാൻ 50 രൂപയാണ്. പോളിസ്റ്ററിൻ്റെ ഒരു ഷർട്ടായിരുന്നു. ഇന്ന് നിങ്ങളും ഞാനൊക്കെ ആരോ ഉപയോഗിക്കുന്നു, ഓട്ടോ ഉപയോഗിക്കുന്നു, ആൽബർട്ടോ ഷൂസ് ഉണ്ട് വീരം വന്ന് മെലു ചെയ്യുന്നത്. അതുപോലെ തന്നെ ബുള്ളാൻ്റെ ഒക്കെ അന്നേ ഉണ്ട്, പക്ഷേ സാധാരണക്കാരെ പിന്നെ എന്താണ് അഫോർഡബിൾ ആയിരുന്നില്ല. നൈക്ക് എന്ന് പറയുന്ന നൈക്കി, അതെ, അതുപയോഗിക്കുന്നു. ഇതെല്ലാം പിള്ളേരൊക്കെ എല്ലാം ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ പോയ സമയത്ത് അവിടെ ഓൺലൈനിലൊക്കെ നമ്മൾ 1000-1500 കാണുന്ന ജാക്കറ്റ് 500 രൂപയേ ഉള്ളൂ. മനസ്സിലായില്ലേ? പണ്ട് ഞാൻ JNU പഠിക്കുമ്പോൾ അവിടെയുള്ള പിന്നെ സ്ഥലത്ത് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കിയ സമയത്ത് അന്ന് കോട്രോയ് പാൻറ്റിനൊക്കെ അവിടെ 2000 രൂപയാണെങ്കിൽ സ്റ്റുഡിയോയിൽ പിന്നെ ഈ കോട്രോയ് പാൻറ്റിന് ഏതാണ്ട് 750 രൂപയേ ഉള്ളൂ. ആ രീതിയിൽ മാറ്റം വന്നു. അന്ന് നമ്മളെ പിള്ളേരെല്ലാം സ്കൂൾ ഈ സാധാരണ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ CBSE അതുപോലെ ICSE സ്കൂളുകളാണ് പിള്ളേർ പഠിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് ഗൾഫ് വേണം കൊണ്ട് മാത്രമല്ല, ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റാണ്. അതായത് അവർ ഒരുപാട് ജോബുകൾ സബ് കോൺട്രാക്ട് ഇന്ത്യക്കാർ കൊടുത്തു, പ്രത്യേകിച്ച് IT സെക്ടറിലൊക്കെ. അതെ, അതുമാത്രമല്ല അവരുടെ പല വിമാനങ്ങളുടെയും പലതിൻ്റെയും പാർട്സ് ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് കൊടുത്തു. ഇവിടെ നമ്മുടെ ലോക്കൽ ലെയ്ത്തുകളിലൊക്കെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇതിവിടെ നമ്മുടെ നാട്ടിൽ അവരെ സംബന്ധിച്ചുള്ള ലാഭമായി, ചീപ്പ് ലേബറിൽ അവർക്ക് ചുരുങ്ങിയ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടി. ഇത് മുമ്പ് അവർ ചൈനയിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്, ചൈനയിൽ തായ്വാനിലും കൊടുത്തുകൊണ്ടിരുന്നതാണ്, അവർ ഇന്ത്യക്ക് കൂടി തന്നത്. ചുരുങ്ങിയ ചിലവിൽ അവർക്ക് സാധനം കിട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ് വന്നു. കാരണം അമേരിക്ക $1 വില ഇവിടത്തിലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണമല്ല, ഇവിടുത്തെ ലോക്കൽ മുതലാളിമാർ ബില്യനേഴ്സായി, ഒന്നുമല്ലാത്ത മില്യനേഴ്സായി, തൊഴിലാളികളെ കിട്ടാതായി. നമ്മളത് അവസാനം ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ തൊഴിലാളികളെ കൊണ്ടുവരേണ്ടി വന്നു. പണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒരു തൊഴിലില്ലാതെ നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരൊക്കെ കല്യാണം മുടക്കിയുള്ള DYFIക്കാരുണ്ടാവും. ഇപ്പം അതില്ല, ആ സാധനം ഇല്ല. സത്യം, ഇപ്പം അതില്ല. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം വന്നത് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ടാണ്. ഈ ഗ്ലോബലൈസേഷൻ ഒരു പ്രോബ്ലം വന്നത് സബ്പ്രൈം 2008 സബ്പ്രൈം ക്രൈസിസ് വന്നു. അത് അമേരിക്കയുടെ പ്രശ്നം തന്നെ. 2 പ്രശ്നങ്ങൾ സബ്പ്രൈം ക്രൈസിസ് കാരണമായിട്ട്. അന്ന് അമേരിക്കയിലെ ഈ സ്വകാര്യ കമ്പനി, അവരാണല്ലോ അമേരിക്ക ഭരിക്കുന്നത്, അവരുടെ താല്പര്യപ്രകാരം ഇല്ലാത്ത കാരണം അത് ഇറാഖൊക്കെ പറ്റി. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണം, ഇതെല്ലാം തന്നെ അമേരിക്കൻ ഗവൺമെൻറ് വലിയ ബാധ്യതകൾ വരുത്തി വെച്ചു. സ്വകാര്യ കമ്പനികൾക്ക് കൊണ്ടുണ്ട്, ഗവൺമെൻറ്റിന് ബാധ്യതകൾ വരുത്തി വെച്ചു. രണ്ടാമത്തെ കാര്യം, അവിടെ അമേരിക്കയിൽ നിങ്ങൾ ഗ്രീൻ കാർഡ് കിട്ടിയാൽ ഇഷ്ടംപോലെ ലോണ് കിട്ടും, സകലം അല്ലെങ്കിൽ ലോണ് കൊടുക്കും. അതെ, അങ്ങനെ ലോൺ കൊടുത്ത് ഒരുപാട് ഫ്ലാറ്റുകൾ ആളുകൾ മേടിച്ചിട്ട് അവിടുത്തെ കോൺഫിഡൻറ്റ് റോയ്മാരൊക്കെ ഈ കോൺഫിഡൻറ്റ് റോയ് ഇവിടെ രക്ഷപ്പെടുന്നത് അവിടെ എല്ലാം ഒരേ സമയത്ത് നോക്കിയാൽ മതി. അങ്ങനെ ഫ്ലാറ്റുകൾ വന്നു. പക്ഷേ ഇതൊരു കുമിളയായിരുന്നു, ഇതിന് അടിസ്ഥാനമില്ലാത്ത സംഭവം. ഈ പൈസ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ഇത് മൊത്തം എക്കോണമി ഡൗണായി. ലീമാൻ ബ്രദേഴ്സ് പോലെയുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ സഹായിച്ചുകൊണ്ടിരുന്ന ബാങ്കുകൾ, അവർ നമ്മൾ SBI നിന്ന് കടമെടുത്തിട്ടുണ്ട്. SBI അവർ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല കടം വരുന്നത്. SBI ലീമാൻ ബ്രദേഴ്സിന് കടം കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്കുകൾ പൂട്ടിപ്പോയി, SBIക്ക് മണി കിട്ടി. അപ്പം
SBIനെ പറ്റിച്ചത് നമ്മളെ വിജയവല്യ മാത്രമല്ല, ലീമൻ ബ്രദറും പറ്റിച്ചിട്ടുണ്ട്. അതെ. അങ്ങനെ വന്ന സമയത്ത് അമേരിക്കയിൽ അതുവരെ കംഫർട്ടബിളായി ജീവിച്ചിരുന്ന വെളുത്ത തൊഴിലാളി വർഗത്തിന് ജോലിയില്ലാതായി. ഈ വെളുത്ത തൊഴിലാളി വർഗം എപ്പോഴും അമേരിക്കയിലുള്ള ഈ ലെഫ്റ്റ് മൂവ്മെൻറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ശരി. അവരെന്ത് ചെയ്യുന്നത്, ഒറ്റയടി ഷിഫ്റ്റ് ചെയ്ത് റൈറ്റിലോട്ട് വന്നു. കാരണം നിങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും വരുവാണ്, നിങ്ങൾ ദൈവത്തെ വിളിക്കുകയും നിങ്ങളെ മതപരമായ അസ്തിത്വത്തെ ഊന്നിലൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യും. ഞാൻ ദൈവവിശ്വാസിയല്ല, ഈ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ എന്ത് കുന്തമാണ്, ഇതിനൊക്കെ എന്ത് കാര്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അടി കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇവർ നേരെ റൈറ്റ് വിങ് പോയി. അങ്ങനെയാണ് ഹിലാരി ക്ലിൻ്റനെ അട്ടിമറിച്ചുകൊണ്ട് ട്രംപ് അധികാരത്തിൽ. ഞാൻ അന്ന് കൃത്യമായിട്ട് അത് പ്രൊഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഹിലാരി ജയിക്കുന്നപ്പോൾ അല്ല എന്ന് പറഞ്ഞ് അതേ ആളെ ഞാൻ അത് കേട്ട് വേറൊരുത്തം പറഞ്ഞിരുന്ന അറിയാലോ. അപ്പം പിന്നെ എല്ലാവരെയും പറ്റിച്ച് മുങ്ങി. അപ്പം അങ്ങനെ ട്രംപ് അധികാരത്തിൽ വന്നു. അപ്പോൾ ട്രംപിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൺസർവേറ്റീവ് വലതുപക്ഷക്കാരനാണ് ട്രംപ്. അതേസമയം തന്നെ അയാൾക്ക് ഇപ്പം കിട്ടിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ അവിടെയുള്ള സാധാരണക്കാരായ വെള്ളക്കാരുടെ സപ്പോർട്ടാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർ ഗ്ലോബലൈസേഷൻ ഞങ്ങൾക്ക് നഷ്ടമാണ്, നിങ്ങൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ എന്തുകൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മേലെ വലിയ താരിഫ് എടുത്തുന്നത്? 3-4 ഇരട്ടിയാണ് താരിഫുള്ളത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടില്ല. പക്ഷേ അവർ നമ്മളായിട്ടുള്ള കച്ചവടത്തിൽ അവരുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവരിവിടെ കൊണ്ടുപോയി ചൊല്ലുന്നത്, അവർക്ക് ലാഭം ഉണ്ടാകുന്നു. നമുക്ക് ലാഭം ഉണ്ടാകുന്നതിന് നമ്മളെന്തിനും സഹിക്കണം എന്നാണ് അവർ ചോദിച്ചത്. ആരാ ചോദിച്ചത്? അമേരിക്കയുടെ തൊഴിലാളി വർഗവും അമേരിക്കയിലെ ബിസിനസ്സുകാർ. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പിടിച്ചത്. ഇത് നമ്മൾ ഇന്ത്യക്കാരെന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആനുകൂല്യം പറ്റുമോ എന്ന രീതിയിൽ നമ്മൾ അമേരിക്ക ചെയ്തത് തെറ്റാന്ന് നമുക്ക് പറയാം. പക്ഷേ അവരുടെ സ്ഥാനത്ത് നമ്മളെ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഇപ്പം തന്നെ ചൈനയുമായിട്ടുള്ള കച്ചവടത്തിൽ നമുക്ക് നഷ്ടമാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ചൈനയ്ക്ക് അനുകൂലമാണ്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന അതേ സാധനം അമേരിക്ക 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ചൈന 10 രൂപയ്ക്ക് അതേ ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ തരുമ്പോൾ നമ്മളെ ആളുകൾ എന്ത് ചെയ്യും? ചൈനയിൽ പോയി മേടിക്കും. ഈ ചൈനയുള്ള കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ BJPനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന കച്ചവടക്കാർക്കാണ്. അവർ ചൈനീസ് ടോയ്സൊക്കെ അവിടെ നിന്ന് കൊണ്ട് തൂക്കിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് ചോദിക്കുക 4-5 ഇരട്ടി ലാഭമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഗവൺമെൻറ് ആരും വന്നാൽ ചൈനീസിലുള്ള ട്രേഡ് ചില ആപ്പുകളൊക്കെ നിരോധിക്കുക, പരിധി കൂടുതൽ അവർ ചെയ്യില്ല. കാരണം അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ട്, ജനങ്ങൾക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും, കച്ചവടക്കാർക്ക് വൻ ലാഭമാണ്. പക്ഷേ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ചൈനയ്ക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് മോഡി പറയുന്നത് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിലേക്ക് പോകണമെന്ന്. അതെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മോന് കളിപ്പാട്ടൊക്കെ മേടിക്കാൻ പോയ സമയത്ത് മാർക്കറ്റ് അധികം ഇന്ത്യൻ സാധനങ്ങളാണ്. കൊള്ളാം, ചൈനേൻ്റെ അതേ സാധനങ്ങൾ തന്നെ ഇന്ത്യൻ സാധനങ്ങൾ, മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾ. അപ്പോൾ സ്വാഭാവികം നമ്മളെ ഇക്കോണമിക്ക് അത് ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ ചൈനീസ് കച്ചവടത്തിന് എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അത് തന്നെയാണ് അമേരിക്കക്കാർ തിരിച്ചു വിചാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ചൈനയും നമ്മളൊരു കാര്യം, ചൈനയോട് അടിച്ചു നിൽക്കാനുള്ള അങ്ങനെയുള്ള ശേഷിയൊന്നും നമുക്കില്ല. പക്ഷേ നമ്മളെ പോലുള്ള 4 രാജ്യങ്ങളോട് അടിച്ചു നിൽക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ് അമേരിക്ക. അവർക്കത് പറ്റും, ഗ്ലോബൽ പവറുണ്ട്. നമ്മളത് അറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവർക്ക് അറിയാം. അതുകൊണ്ട് മാന്യമായിട്ട് ആദ്യം ഇത്രയും കാലം അവർ പറഞ്ഞു നോക്കിയ സമയത്ത് നമ്മളെ കർഷകരെയൊക്കെ സംരക്ഷിക്കേണ്ടത് ശരിയാണ്, നമ്മളത് സമ്മതിച്ചില്ല. മോഡി എളുപ്പം സമ്മതിക്കുമെന്ന് അവർ വിചാരിച്ചു. മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യമാണ് പ്രധാനം. പക്ഷെ അപ്പോൾ അടുത്ത സമയത്ത് അവർ എന്ത് ചെയ്തു? അവർ വടിയെടുത്തു. ഈ വടിയെടുക്കലാണ് ഈ വലിയ തീരുവ. അത് മോഡി ട്രംപുമായിട്ട് പണ്ടത്തെ പോലെ നല്ല ബന്ധമുണ്ടെങ്കിൽ അയാൾ ചെയ്യും. കാരണം ഈ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ BJPക്കാരൊക്കെ കമലയ്ക്ക് എതിരെ തന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ആദ്യം തുള്ളണ്ട, ഇയാളൊന്ന് ആദ്യം പണി കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാണ്. ഒന്ന്, ഇയാൾ ഈ ഇന്ത്യക്കാരുടെ വിസ അവിടെ വർക്ക് പെർമിറ്റുകൾ നിഷേധിക്കും, വിസ പുതിയത് കൊടുക്കില്ല. 2, ഈ പറയുന്ന ഈ സാധനം ഈ സബ് കോൺട്രാക്റ്റുകൾ അയാൾ അവിടെ അമേരിക്കക്കാർക്ക് തന്നെ കൊടുക്കാൻ പറയും, ഇങ്ങോട്ട് വിടില്ല. 3ാമത്തെ താരിഫ് കൂട്ടും. ഇതൊക്കെ സംഭവിച്ചു. പിന്നെ അയാൾക്ക് അയാളുടെ താല്പര്യം, രാജ്യത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ലിബറൽ എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായ മുമ്പ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കേണ്ടതാണ് എന്ന് അമേരിക്ക പോലും കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊക്കെ ബിഗിനിങ് അതിൻ്റെ സാച്ചുറേഷൻ പോയിൻ്റ് കഴിഞ്ഞു. ഇപ്പോൾ അങ്ങേയറ്റം ഒരു സംരക്ഷിത ഇക്കോണമി എന്നുള്ള തലത്തിലേക്ക് അവർ പോയി. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംരക്ഷിത ഇക്കോണമി. ഇനി സംരക്ഷിത ഇക്കോണമി അല്ല, പ്രൊട്ടക്റ്റീവ് ഇക്കോണമി, അല്ലെങ്കിൽ നിങ്ങളും അതേ രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റീവ് ഇക്കോണമി അല്ലാതായി മാറണം, ബാരിയേഴ്സ് എടുത്ത് മാറ്റണം. അതാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആദ്യം ഒരു ചെറുതായിട്ട് ഒരു ഭീഷണി വഹിക്കാൻ നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി. ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇമ്പാക്റ്റ് തുടങ്ങി. ഇവിടെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു നമ്മൾ മറ്റ് വിപണികൾ കണ്ടെത്തും, റഷ്യ കണ്ടെത്തുക, ആഫ്രിക്ക കണ്ടെത്തും. റഷ്യ നമ്മളെക്കാട്ടും ദരിദ്രമാണ്, റഷ്യൻ്റെ സ്ഥിതി. ടെക്നോളജിയും ട്രംപൊന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, പൈസ ഇല്ല അവരുടെ കയ്യിൽ.
സാധനങ്ങൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സാധനം മേടിക്കുക അമേരിക്കക്കാരനാണ്, പിന്നെ യൂറോപ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്. ആഫ്രിക്ക നമ്മളെക്കാട്ടും ദരിദ്രമായി കിടക്കുന്ന രാജ്യത്ത് എങ്ങനെ സാധനം മേടിക്കാനാണ്? അല്ല ആഫ്രിക്കയുടെ പർച്ചേസിങ് പവർ കൂട്ടണം. നമ്മളെന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ കൂടുതൽ കാശ് അവിടെ മുടക്കണം. അതെ. അപ്പോൾ തൽക്കാലം നമുക്ക് അതിനുള്ള ശേഷിയില്ല. അപ്പോൾ അന്ന് നമ്മൾ ട്രംപ് ഇവനിവിടെ പുതിയ ഇവിടെ വന്നപ്പം അമേരിക്കയ്ക്ക് പകരമായിട്ട് പുട്ടി മെഴുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് ചർച്ച ചെയ്തപ്പോൾ നമ്മളെ തെളിയിച്ചു ഓരോരുത്തന്മാർ. അവന്മാർ നമ്മൾ അമേരിക്കൻ പക്ഷപാതികളാണ്, പിന്നെ ഈ പുട്ടിൻ ഭയങ്കര സംഭവമാണ്, അവരൊരു വലിയ ബന്ധം. ശരിയാണ്, നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ അടുപ്പ് പോയെന്നില്ലേ പിന്നെ അടുത്ത വീട്ടിൽ അടുപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? അതെ അതെ. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ അവർ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ത്യക്ക് വേണ്ടി ഇതിൻ്റെ എടുക്കേണ്ട റഷ്യൻ ഓയിൽ മേടിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടെയുള്ള കമ്പനികൾക്ക് ചില ലാഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനും നിങ്ങൾ അറിയുന്ന പെട്രോളിന് വില കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ എഥനോൾ കൂട്ടിയിട്ടുണ്ട്. എഥനോൾ കൂട്ടുമ്പോൾ പെട്രോൾ എഞ്ചിനുകളുടെ ശേഷി, പഴയ വണ്ടികളുടെ 2002 മുമ്പ് വന്ന് 2022 മുമ്പൊക്കെ വന്ന വണ്ടികൾ എഞ്ചിൻ പെട്ടെന്ന് അടിച്ചു പോകും. പക്ഷേ എന്നിട്ട് നമുക്ക് പെട്രോളിന് വില കുറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ റഷ്യൻ ഓയിൽ മേടിച്ചു എന്ന് പറഞ്ഞു, രാജ്യത്തിന് ഗുണം. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് പെട്രോളിന് വില കുറയുന്നില്ല? അപ്പോൾ ഇതിന് ഗുണം പോയിട്ടുള്ളത് സ്വകാര്യ കമ്പനികൾക്കാണ്. ഈ സ്വകാര്യ കമ്പനികൾക്ക് അതിന് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗുണകരമാണ്. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇതിൽ കൂടി വരുന്നതാണ്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായമാണ്, കൂടുതൽ ജോലി കിട്ടും. പക്ഷേ പ്രത്യക്ഷത്ത് നമുക്ക് ഗുണം കിട്ടിയിട്ടില്ല. പ്രത്യക്ഷത്ത് നമുക്ക് ഗുണം കിട്ടാത്ത ഈ ഒരു കാര്യത്തിൽ നമ്മൾ അമേരിക്കനെ പടക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉപരോധം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ മാറും. സാധനങ്ങളുടെ വില കൂടും, നമ്മളിവിടെയുള്ള ആളുകൾ തൊഴിൽ നഷ്ടപ്പെടും, ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് മോഡി എന്ത് ചെയ്തത്? മോഡി ഈ ഒരു കോംപ്രമൈസിലേക്ക് പോയത്. ഇത് അമേരിക്കയുടെ മുന്നിൽ തോൽക്കുന്നൊന്നല്ല. നിങ്ങൾക്ക് 2 മാതൃകകൾ കാണാം. ഒന്ന് ടിപ്പു സുൽത്താൻ്റെ മാതൃക, ഒന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ മാതൃക. ടിപ്പു സുൽത്താൻ ഒരു എടുത്തുചാട്ടക്കാനായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ എന്ത് ചെയ്തു? അവർക്കെതിരെ ഫൈറ്റ് ചെയ്തു. അപ്പം അങ്ങയുടെ പിൻതലമുറ, നിങ്ങൾ പറയുന്ന ഈ സിംഹം, മൈസൂർ, ലയൺ ഓഫ് മൈസൂർ, ടൈഗർ ഓഫ് മൈസൂർ, പിൻതലമുറക്കാർ കൽക്കത്തയിൽ അവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൽക്കത്തയിലേക്കാണ് കൊണ്ടുപോയത്. കൽക്കത്ത ഫോർട്ട് വില്യമിലാണ് അവർ പിന്നെ പഠിച്ചത് വളർന്നത്. അവിടെ റോഡ് സൈഡ് റിക്ഷ വലിച്ചും സൈക്കിളിൻ്റെ പഞ്ചർ ഒട്ടിച്ചും ജീവിക്കുകയാണ്. ആര്? ടിപ്പു സുൽത്താൻ്റെ പിന്മുറക്കാർ. ഈ ടിപ്പു സുൽത്താൻ മലബാറൊക്കെ പിടിച്ചെടുക്കാൻ വന്ന രാജ്യമാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൂർമ്മ ബുദ്ധിയും പിന്നെ ഭാഗ്യം അനുകൂലമായി എന്നുകൊണ്ട് തിരുവിതാംകൂർ അന്ന് രക്ഷപ്പെട്ടു പോയത്. ഈ തിരുവിതാംകൂർ ഇതേമാതിരി തന്നെ ഒരു എക്സ്പാൻഷനിസ്റ്റ് രാജ്യമാണ് ആ സമയത്ത് അന്ന്. പക്ഷേ ഈ എക്സ്പാൻഷൻ നേതൃത്വം കൊടുത്ത് മാർത്താണ്ഡവർമ്മ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതിനുശേഷം വരുന്ന ബാലരാമവർമ്മനെ വിളിച്ചു വന്ന്, ഒരു കാര്യം ചെയ്യണം, ബ്രിട്ടീഷുകാരോട് അലമ്പാൻ നിൽക്കരുത്. അത് ബാലരാമവർമ്മ കേട്ടു. ഇതെങ്ങനെ മാർത്താണ്ഡവർമ്മയ്ക്ക് മനസ്സിലായെന്ന് ഞാൻ ആലോചിച്ചു. മാർത്താണ്ഡവർമ്മയ്ക്ക് ഡിലനോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡച്ച് സുഹൃത്തും ഈ പടത്തലവനുണ്ടായിരുന്നു. അങ്ങേർക്ക് അവരുടെ ശക്തി എന്താ പറയുക, അങ്ങനെ പറഞ്ഞു കൊടുത്തു. യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ച ആളാണ്. അങ്ങേര് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഈ തിരുവിതാംകൂർ ഈ ബ്രിട്ടീഷുകാർ ഓരോ സാധനം അവർ സബ്സിഡിയറി അലയൻസ് ഒപ്പിടണം. സബ്സിഡിയറി അലയൻസ് ഒപ്പിടുന്നത് എന്താണ്? നിങ്ങളെ സൈന്യത്തെ ഏതാണ്ട് നിർവീര്യമാക്കുക, പകരം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരും, നീതി നിങ്ങൾ പിരിക്കുക, നിങ്ങൾ അതിനൊരു പണം ഞങ്ങൾക്ക് തരിക, നിങ്ങളെ കൊട്ടാരത്തിന് ഞങ്ങളുടെ ഒരു പ്രതിനിധിനെ ഞങ്ങൾ പിന്നെ നിർത്തും, അയാളോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ റീജൻറ്റ് ഈ പറഞ്ഞിട്ടുള്ള റെസിഡൻറ്റ് വന്നത്. റെസിഡൻ്റാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. റെസിഡൻ്റ് അതിനൊക്കെ പറ്റാവുന്ന തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ തിരുവിതാംകൂർ രാജാവ് ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. വേലുത്തമ്മീനെ ഉപയോഗിച്ചിട്ടും അത് തോറ്റ സമയത്ത് വേലുത്തമ്മീനെ തള്ളിപ്പന്നു. അതുകൊണ്ട് രാജകുടുംബം രക്ഷപ്പെട്ടു. വേലുത്തമ്മീന് പിന്നെ വീടും ഒക്കെ തന്നെ ഇടിച്ച് നിർത്തി, ആനനെ കൊണ്ട് ഇടിച്ച് നിർത്തിക്കണം. വേലുത്തമ്പി അതിന് സഫർ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഉപയോഗിച്ചത് രാജകുടുംബമാണ്. രാജകുടുംബം എന്ത് ചെയ്തു? നേരിട്ട് വന്നില്ല. ഇത് കാണുന്ന സമയത്തോ പുന്നപ്പോ പിന്നെ വെടിയപ്പെടുന്ന സമയത്ത് അത് സർസിപ്പിയുടെ തലയിലിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇതിൽ എൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു? ഒന്ന്, ടിപ്പു സുൽത്താനെ പോലെ വീരശൂര, ഒരു മരിച്ചതിന് ശേഷം ആളുകൾ വീരശൂരൻ എന്ന് പറയുന്നു, വേറെ ചില ആളുകൾ വർഗീയവാദി എന്ന് വിളിക്കുന്നു. അങ്ങനെ നിൽക്കണോ? അതോ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ രാജ്യത്തെയും സേഫാക്കി നിലനിർത്തിക്കൊണ്ട് ചില കോംപ്രമൈസുകൾക്കുമാണ്? ഇതിലേത് മാതൃകയാണ് ലിയോയ്ക്ക് താല്പര്യം? ശരിയാണ്, കോംപ്രമൈസ്. എനിക്ക് രണ്ടാമത്തതാണ് താല്പര്യം. കാരണം ടിപ്പു സുൽത്താനെ പോലെ മരിച്ചിട്ട് എന്ത് കാര്യം? അത് നാടിനും ഗുണമുണ്ടായില്ല, കുടുംബക്കാരും ഗുണമുണ്ടായില്ല, ആർക്കും ഗുണമുണ്ടായില്ല. ആളുകൾ SDPക്കാർ ഇപ്പം പറയും വീരശൂരനെന്നൊക്കെ, അത്രയേ ഉള്ളൂ. BJPക്കാർ പറയും വർഗീയവാദി എന്ന്. ഞാനൊക്കെ മൊത്തം കൺഫ്യൂസായി. ഇയാൾ ഒരു സൈഡിൽ ഇയാൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരേ സൈഡിൽ ഇയാൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യും, ഒരേ സമയം അമ്പലത്തിന് പിന്നെ സമ്മാനം കൊടുത്തിട്ടുണ്ട്, ഹിന്ദുവിനെ പിടിച്ച് പ്രധാനമന്ത്രി ആക്കിയിട്ടുണ്ട്.
ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ കൺഫ്യൂസ്ഡ് അങ്ങേരുടെ കാര്യത്തിൽ. ഇത് 2 വാസ്തവമാണ്. ഇത് രണ്ടും അയാളുടെ ഡിഫറെൻറ്റ് കോണ്ടക്സ്റ്റാന്ന് പറയാം, പക്ഷേ ഇത് 2 വാസ്തവമാണ്. അപ്പം മോഡി അതല്ലേ ചെയ്തുള്ളൂ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ശരിയാണ്. നമ്മൾ പറയുന്നത് പോലെ ഈ ഏറ്റവും നമുക്ക് ദോഷം പരമാവധി കുറച്ചുകൊണ്ടുള്ള മാർഗം അവലംബിക്കുക, അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ അത്രയുള്ള ശക്തിയായിരിക്കും. ഇപ്പോൾ ഈ കരാർ ഒപ്പുവെച്ചതിന് ശേഷം ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ ഇന്ത്യയുടെ മാപ്പ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാശ്മീർ മുഴുവൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വേണം, ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. അല്ല അങ്ങനെ വേണം. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ തിരിച്ചു കിട്ടുക എന്നുള്ളതും പാകിസ്ഥാനെ അടിച്ച് മൂലക്കിരുത്താനും വളരെ നിർണായകമാണ്. അതെ, അതിന് നമുക്ക് അമേരിക്കയുടെ സപ്പോർട്ടാണ്, അമേരിക്കയുടെ സപ്പോർട്ടും വേണം. അമേരിക്ക അവരെ വെച്ചാണ് നമുക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാലൻസ് ഓഫ് ഇക്വേഷൻ തെറ്റിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില കാര്യങ്ങൾ അമേരിക്കയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ അടുത്തും രാഹുൽ ഗാന്ധിയോട് കൂടി തീരുന്നതല്ലല്ലോ. മൂപ്പരെ കല്യാണം കഴിച്ചാൽ മക്കളെ കഴിഞ്ഞാൽ ഈ രാജ്യം ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാജ്യം ഇവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏത് രാജവംശം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് രാജ്യവും ഉണ്ടായിട്ടുള്ളത് ഒരു ദിവസം കൊണ്ടൊന്നല്ല. അത് നിരന്തരമായ യുദ്ധങ്ങളിലൂടെയല്ല. കോംപ്രമൈസ് ഉണ്ടാവും, വിട്ടുവീഴ്ചകളുണ്ടാവും, അങ്ങനെ പലതും ഉണ്ട്. എന്നിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ ഇമ്മീഡിയറ്റ് ശത്രു പാകിസ്ഥാനാണ്. പാകിസ്ഥാനെതിരെ നമ്മുടെ കയ്യിലുള്ളത് ഇസ്രായേലാണ്. ഇസ്രായേലിന് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റീസൺ കാരണം അവർ പാകിസ്ഥാനായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഓക്കെ. അമേരിക്കയെ സംബന്ധിച്ച് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്കാണ്. 2 കൂട്ടരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സിതായ യെച്ചൂരിയും പ്രകാശ് കാരാട്ടും VS പിണറായും കൂടി അടിച്ച സമയത്ത് ചെയ്ത പോലെ VSനെ വിളിച്ചത് നിങ്ങൾ തോന്നുന്നു, പിണറായി വിളിച്ചത് വിട്ടുകൊടുക്കലെന്ന്. ഇതേ കളിയാണ് അമേരിക്ക ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ ഈ കളിയിൽ ഇതറിഞ്ഞ് വേണം നമ്മൾ കളിക്കാൻ. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് അവരുടെ സാമ്പത്തിക സ്ഥിതി കൂടിയാണെന്ന് തോന്നുന്നു. മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് അതിനപ്പുറത്തേക്കുള്ള കടത്തിലേക്ക് അവർ നിൽക്കുകയാണ്. അല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തിക പ്രശ്നം. പിന്നെ നമ്മൾ ഈ യൂറോപ്യൻ യൂണിയനായിട്ട് നമ്മൾ കരാർ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡാമേജ് കുറയും. അതെ. അപ്പോൾ അമേരിക്ക അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് എന്ത് തരത്തിൽ അൺഈക്വലായിട്ടുള്ള സംഭവമാണിത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാ തരത്തിലുള്ള താരിഫും എല്ലാം എടുത്തു മാറ്റുന്നു. നമ്മളിതെല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യെസ്, ഓക്കെ, അങ്ങനെ ഒരു വിഷയമുണ്ട്. വിഷയമുണ്ട്. പക്ഷേ വേറൊരു കാര്യം, അതിൽ മോഡിൻ്റെ ഒരു വിജയം എന്ന് വെച്ചാൽ ചില മേഖലകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓറഞ്ച്, മാങ്ങ ഇതിനൊന്നും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആപ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആപ്പിളിൻ്റെ കാര്യം, ആപ്പിൾ ഇപ്പോൾ ഫിജി ആപ്പിൾ എനിക്കേറ്റവും ഇഷ്ടം ഗാല ആപ്പിൾ. എനിക്ക് ലോക്കൽ ഇന്ത്യൻ ആപ്പിൾ ഇഷ്ടമില്ല, കണ്ടേ ഇഷ്ടമില്ല. ഈ ഒരു ചുവന്ന ആപ്പിളുണ്ട്, ഗാല ആപ്പിളും വേറെ അതിൻ്റെ പേരേ പോകുന്നത്. ഈ 2 ആപ്പിളാണ് എനിക്കിഷ്ടം. 250 രൂപ എനിക്ക് കിലോ. അപ്പോൾ അങ്ങനെയുള്ള ആപ്പിളുകളൊക്കെ ഓൾറെഡി നമ്മളെ മാർക്കറ്റിൽ വന്നതെന്തുകൊണ്ടാണ്? പൈസ തന്നെ മേടിച്ചാൽ പോരെ. അതെ, ഞാൻ എല്ലാ ദിവസവും തയ്ക്കാനും പോലെ എനിക്ക് ആ മാസം കൂടെ എപ്പോഴെങ്കിലും മറ്റേ ആപ്പിൾ അയക്കണം. അപ്പോൾ 1 രൂപ മേടിച്ചിട്ട് തയ്ക്കും, അത്രേ ഉള്ളൂ. അല്ല, വേറൊരു സംഭവം ഞാൻ ചോദിച്ചോട്ടെ, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുന്നത്. അതായത് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ആ വ്യാപാര കരാർ അതും പാരലായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു വിജയമാണെന്ന് തോന്നുന്നു, അല്ലേ? നമ്മുടെ ഈ മേക്ക് ഇൻ ഇന്ത്യ അല്ല, ഇത് ഒരു തരത്തിലുള്ള എന്താണ് പറയുക, ചതുരംഗ കളിയാണ്. അതെ, പല സ്ഥലത്തും പല രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റണം. നമ്മളിപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള കരാർ അമേരിക്കയ്ക്ക് ചെറിയൊരു സമ്മർദ്ദമാണ്. അമേരിക്ക യൂറോപ്യൻ യൂണിയൻ തമ്മിൽ ചില മത്സരം നടക്കുന്ന സമയമാണ്. അപ്പോൾ അമേരിക്ക കുറച്ച് ഡിഫെൻസീവായി. അതുകൊണ്ട് ചില കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്തു, നമ്മൾ ചില കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തു. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇത് പോകാൻ പറ്റുള്ളൂ. പ്രതിപക്ഷത്തിന് പോയ കേരളത്തിന് മാത്രമുള്ള പാർട്ടികൾക്കും അല്ലെങ്കിൽ ഈ ഒരു സ്വന്തമായിട്ട് ഒരു നിലപാടും ഇല്ലാത്ത അധികാരത്തിരിക്കുമ്പോൾ എന്ത് വൃത്തികേട് കാണിക്കുകയും ചെയ്യുന്നു പാർട്ടികൾക്കും ഈ കോൺഗ്രസ് ഇവിടെ ആയിരിക്കുമ്പോൾ അല്ല ഇന്ത്യയിലെ കള്ളനോട്ട് പാകിസ്ഥാൻ നിർബാധം അടിച്ചുകൊണ്ടിരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്തും പറയാം. എക്സാക്ട്ലി, അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യം. അതൊരു വസ്തുതയാണ് പറഞ്ഞത്. വളരെ വേറെ വിമാന നിർമ്മാണം അങ്ങനെയുള്ള പല മേഖലകളിലും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന യന്ത്രവാഹനങ്ങൾക്കൊക്കെ അമേരിക്ക തീരുവ കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുകിട ഉൽപ്പന്നങ്ങൾക്കെല്ലാം അവിടെ തന്നെ മാർക്കറ്റ് ഉണ്ടാക്കാം. നമ്മൾ ചീപ്പായിട്ടുള്ള നല്ല പ്രൊഡ്യൂസ്. ഒപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ശരിയാണെങ്കിൽ അടുത്ത ഗ്ലോബൽ മാർക്കറ്റ് പിടിക്കാൻ പോകുന്ന ഒരു കമ്പനി ടാറ്റയാണ്. ടാറ്റയുടെ ഈ EV വണ്ടികളുണ്ടല്ലോ, ഭയങ്കര ക്വാളിറ്റിയും ഭയങ്കര കംഫർട്ടുമാണ്. അപ്പോൾ അമേരിക്കയിലെ ടെസ്ലയുടെ വണ്ടികൾക്ക് ഭയങ്കര വിലയാണ്. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഇത്തരം വണ്ടി വില കുറച്ച് സ്റ്റാൻഡേർഡുള്ള വണ്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിക്കും. പിന്നെ ഈ എങ്ങനത്തെ മത്സരിക്കും മഹീന്ദ്ര. പക്ഷേ മഹീന്ദ്രയ്ക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടാറ്റയുടെ ആ ഒരു വിശ്വാസം തന്നെ മഹീന്ദ്രയ്ക്ക് വണ്ടികൾക്ക് വണ്ടിയെ കാണാൻ വലിയ സമയം പോലും പെർഫോമൻസ് അത്ര പോരാ. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ടാറ്റ ഒരു മഹീന്ദ്ര നാളെ കയറി വരാം. ഇങ്ങനെയാണ് ജാപ്പനീസ് കാറുകൾ അമേരിക്ക കീഴടക്കിയത്.
കാരണം അമേരിക്ക സഹായിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജപ്പാനെ ഉയർന്നു വരാൻ വേണ്ടി. ഇങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് താരിഫിൻ്റെയൊക്കെ തന്നെ. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പം അമേരിക്കൻ വണ്ടികൾ ഹ്യൂജ് വണ്ടികളും വലിയ സർവീസ് കോസ്റ്റുമാണ്. ജാപ്പനീസ് ടയോട്ട സുസുക്കി എല്ലാം തന്നെ എന്താണ് സർവീസ് കോസ്റ്റ് കുറവാണ്, വണ്ടിക്ക് വലിയ വില, ചെറിയ സ്പെയർ പാർട്സും ഇഷ്ടംപോലെ അവൈലബിളാണ്, ചീപ്പാണ്, എവിടെയും കുറിച്ച് പാർക്ക് ചെയ്യാം സിറ്റിയിലേക്ക്. അങ്ങനെ ഒരു 70s എല്ലാം ജാപ്പനീസ് കാറുകൾ അമേരിക്ക കീഴടക്കി. ഇനി അടുത്തൊരു വേവ് വരാം. പിന്നെ ഇപ്പം ചൈനീസ് കാർ EV രംഗത്ത് ഇപ്പം ചൈനയാണ്. ഇപ്പം നിങ്ങളിവിടെ തന്നെയുള്ള വണ്ടികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ വണ്ടികൾ നല്ല പെർഫോമൻസാണ്. പക്ഷെ അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഉള്ള ശേഷിയിലേക്ക് ടാറ്റ വളർന്നിട്ടുണ്ട്. അത് നമ്മളെ വണ്ടികൾ ഓടിക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കരാറുകൾ നമ്മുടെ കമ്പനികൾക്ക് ഗുണപരമായിട്ടുള്ള ഒരു മാറ്റത്തിന് സാഹചര്യമൊരുക്കും. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന സൗദി അറേബ്യ ഇതൊന്നും ചെയ്താൽ പ്രശ്നമില്ല, ക്യൂബ കോംപ്രമൈസ് അമേരിക്കയായിട്ട് കോംപ്രമൈസ് ചെയ്താൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇന്ത്യ കോംപ്രമൈസ് ചെയ്താൽ എന്താ പ്രശ്നം? ഇത് കോംപ്രമൈസ് അല്ലല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലത്തും നമുക്ക് അടികൂടി നിൽക്കാൻ പറ്റുമോ? വളരണമെങ്കിൽ അങ്ങനെ വളരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇന്ത്യ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്താണ് രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒന്ന് ഉപരോധമാണ് വരിക. അവിടെ എല്ലാവരും കഷ്ടപ്പെട്ടാലല്ലേ നിങ്ങൾക്ക് ജനങ്ങളെ കഷ്ടപ്പെട്ടാൽ അവർ ഭരണകൂടത്തിനെതിരായാലല്ലേ നിങ്ങൾക്ക് അടുത്ത അധികാരത്തിൽ, അതായിരിക്കും നിങ്ങളെ മനസ്സിലിരിപ്പ്. പക്ഷെ അതിന് നമ്മൾ കഷ്ടപ്പെടാതെ നിന്ന് കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ രണ്ടുപേരും വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നിങ്ങൾ എടുത്തു നോക്കി, ഞാൻ വിചാരിച്ചു മുസ്ലിംസ് ഒന്നും അതിൽ കയറില്ല. ഏറ്റവും കൂടുതൽ അതിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങളാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിനെതിരെ ഏറ്റവും കൂടുതൽ കല്ലേറുണ്ടായ മുസ്ലിം ഏരിയകളിൽ നിന്നാണ്. മുദ്ര ലോൺ ഏറ്റവും കൂടുതൽ മോഡിനെ കുറ്റം പറയുന്നത് മുസ്ലിങ്ങളാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിന് മുദ്ര ലോൺ എടുത്ത ഒരു സ്ഥലം മലപ്പുറമാണ്, മുസ്ലിംസാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓൺട്രപ്രണേഴ്സ് വളർന്നു വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന്. എനിക്ക് അതുകൊണ്ടായിട്ട് ചോദിക്കുക, വാട്ട്സ് യുവർ റിയൽ പ്രോബ്ലം ഈസ്? ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി, നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ കമ്പനികൾക്ക് കൂടുതൽ മികച്ച നേട്ടമുണ്ടാക്കാൻ വേണ്ടി, നാടിന് ദീർഘകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് നിരീക്ഷണം വന്നിരിക്കുന്നത്. അത് തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ട നിരീക്ഷണം തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. തീർച്ചയായും വരാൻ പോകുന്ന നാളുകൾ നമ്മുടേത് തന്നെയായിരിക്കും. നമ്മുടെ സാമ്പത്തിക വളർച്ച അത് തടസ്സമില്ലാതെ തുടരുവാൻ ഇത്തരത്തിലുള്ള കരാറുകൾ അനിവാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഇന്ത്യയുടെ മാപ്പ് ഇതുവരെ അവർ അംഗീകരിക്കാത്ത തരത്തിൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യം പുറത്തുവിടുന്ന ഇന്ത്യയുടെ മാപ്പ് തന്നെയാണ് അവരും ഇപ്പോൾ അംഗീകരിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് നേട്ടമായി ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാകും. ഒരു മാപ്പിൻ്റെ കാര്യത്തിൽ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് വളരെയേറെ നയതന്ത്ര പ്രാധാന്യമുണ്ട് എന്ന് തന്നെ ഞാൻ ഊന്നി പറയുകയും ചെയ്യും. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.